2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം ആക്രമിക്കപ്പെടുമെന്ന് ബിജെപി നേതാവും അസം മന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ. മോദി അധികാരത്തിൽ വന്നില്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യമോ തീവ്രവാദികളോ ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം ആക്രമിക്കുമെന്നും മോദി ഇല്ലാത്ത ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള കരുത്ത് ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ആക്രമണം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയായി മോദിയില്ലാതെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ടാവില്ല എന്ന് ആസാം സർക്കാരിലെ ധന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ഹിമന്ത അവകാശപ്പെട്ടു. നമ്മൾ മോദിയെ പിന്തുണച്ച് വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലേറ്റണം. അതുപോലെ ആസാമിൽ BJPയെയും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം. അതുണ്ടായില്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യമോ അവരുടെ സഹായത്തോടെ തീവ്രവാദികളോ ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം ആക്രമിച്ചേക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മോദി അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള ധൈര്യമുണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തെ അധികാരത്തിലേറ്റണമെന്നും നാഗോൺ ജില്ലയിലെ BJP തിരഞ്ഞെടുപ്പ് റാലിയിൽ ഹിമന്ത കൂട്ടിച്ചേർത്തു. അസം പോലൊരു സംസ്ഥാനത്തിരുന്ന് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് കുറിക്കാൻ ആളുകൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? എല്ലാവരും BJPക്ക് കീഴിൽ അണിനിരന്നില്ലെങ്കിൽ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കുന്നവർ നമ്മുടെ സംസ്കാരവും പൈതൃകവും തകർക്കുമെന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകുന്നു. BJP അവതരിപ്പിച്ച പൗരത്വ ബില്ലിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ഹിമന്തയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം തന്നെ നൽകിയെന്നും ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഹിമന്ത പറഞ്ഞത്. രാജ്യത്തിന് നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കളെയാണ് ആവശ്യമെന്നും പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ട് എന്നും പുതിയ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയുമെന്നും ഹിമന്ത പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.